ലെബനാനെ നടുക്കിയ സ്ഫോടനം 9 പേർ സംഭവസ്ഥലത്ത് മരണപ്പെട്ടതായും 2000-ഓളം ആളുകൾക്ക് പരിക്കേറ്റതായിരിക്കുന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നു. ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ സ്ഫോടനത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആരോപിച്ചു. ഇറാനും തത്തുല്യമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഒരു ചതിയിലൂടെയുള്ള ഒരു സ്ഫോടന പരമ്പര തന്നെ ഉണ്ടാക്കി എന്ന തരത്തിലാണ്. ഇതിനുപയോഗിച്ച ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പേജർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അക്രമ രീതികളൊന്നും ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ ലെബനാന് നേരെ ഇസ്രായേൽ പ്രയോഗിച്ച ഈ യുദ്ധ രീതി എത്രത്തോളം ഭവിഷ്യത്താണ് വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വലിയ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുകയാണ്. ഇതിന്റെ ചില ഭാഗങ്ങൾ സിറിയയുടെ ഭാഗത്ത് ഉണ്ടായതായാലും അവിടെയും മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. എന്താണ് പേജർ എന്നും അതിന്റെ സംവിധാന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പേജർ സാധാരണഗതിയിൽ ഇന്ത്യയിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. വളരെ അപൂർവമായ രീതിയിൽ ബോംബെ, കൽക്കത്ത, ഡൽഹി പോലെയുള്ള ഏറ്റവും വലിയ നഗര പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷേ ഉപയോഗിച്ചിട്ടുണ്ടാവാം, വളരെ കുറവായ രീതിയിൽ. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ടെലിഫോണാണ്. ടെലിഫോൺ കഴിഞ്ഞതിന് ശേഷം വയർലെസ് മൊബൈൽ ടെലിഫോൺ ഉപയോഗിച്ചു. പിന്നീട് ഏറെക്കുറെ ലോകത്ത് മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം വന്നതോടുകൂടി തന്നെ ആദ്യം വലിയ മാർക്കറ്റായിരിക്കുന്ന ഇന്ത്യയിലേക്ക് ഇറങ്ങിയതോടുകൂടി അത് വലിയ രീതിയിലുള്ള പ്രയോഗത്തിൽ വന്നു. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ സാധാരണഗതിയിൽ ഉണ്ടായത്. ഗ്രാമീണ മേഖലയിൽ പിന്നെ ഈ പേജറോ അല്ലെ ടെലിഫോണോ ഇല്ലാത്ത പല മേഖലയും ആ കാലത്തൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പേജറിനെ കുറിച്ചുള്ള നോളജ് മൊത്തത്തിൽ നമ്മൾക്ക് കുറവാണ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഈ പേജർ ഉപയോഗിച്ച ആളാണ്. എനിക്ക് കമ്പനി പേജർ തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് പേജർ എന്ന് പറഞ്ഞാൽ. ഒരു മൊബൈലിന്റെ ഏകദേശം 1/3 ഭാഗം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഏകദേശം ഇത്ര ഭാഗമുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇവിടുന്ന് മേൽഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടുന്ന് മേൽഭാഗത്ത് ഇത്ര നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഫാനിന്റെ ഒക്കെ ഈ ബെൽറ്റിന്റെ ഉള്ളിൽ ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ കുടുക്കിയിടുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കമ്പനിയിലെ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന വ്യക്തികളുടെ കൈവശത്തിലോ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തികളുടെ കൈവശത്തിലോ മാത്രമേ സാധാരണഗതിയിൽ പേജർ എന്ന് പറയുന്ന സംവിധാനം ആ കാലത്ത് ഉണ്ടാവാറുള്ളൂ. അത് മൊബൈൽ എന്ന് പറയുന്ന സംവിധാനം വരുന്നതിന് മുമ്പുള്ള ഒരു ഈ ടെലിഫോണിന്റെയും മൊബൈലിന്റെയും മധ്യ നിൽക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടാണ് പേജർ എന്ന് പറയുന്ന സംവിധാനം അറിയപ്പെട്ടത്. അങ്ങനെയാണ് പ്രയോഗിച്ചത്. അത് ഏറ്റവും കൂടുതൽ ജപ്പാനായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ഇറക്കിയിരുന്നത്. എന്റെ കൈവശത്തിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ്. പിന്നീട് അത് ചൈന ഉപയോഗിച്ചു, തായ്വാൻ ഉപയോഗിച്ചു, അമേരിക്കയുടെ പേജറുകളൊക്കെ വന്നു. പിന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പൊതുവെ അമേരിക്കയായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് മെയ്ഡ് ഇൻ അമേരിക്കയുടെ USA മീഡിയം ഏതിങ് ആയിട്ടുള്ള പേജറുകളൊക്കെ വലിയ രീതിയിൽ വിപണിയിൽ വന്നിരുന്നു. ഗൾഫ് മേഖലയിലാണ് ഇത് കൂടുതൽ പ്രചാരത്തിൽ വന്നത്. ഏറ്റവും കൂടുതൽ കമ്പനികളും തൊഴിലാളികളൊക്കെ ഉള്ളത് ആ മേഖലയിലായതുകൊണ്ട്. എന്താണ് ഈ പേജറിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, പേജർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിന് ഒരു നമ്പർ ഉണ്ടാവും, ഒരു 6 അക്ക നമ്പർ. എന്റേത് 6 അക്ക നമ്പറായിരുന്നു. ചിലത് 8 അക്ക നമ്പറൊക്കെ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. 6 അക്ക നമ്പറാണ് എന്റെ പേജറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടെലിഫോണിൽ നിന്ന് ഈ പേജറിലേക്ക് നമ്മൾക്ക് കോൾ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റു ടെലിഫോണിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. മെസ്സേജ് അയക്കുന്ന ടെലിഫോൺ സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാൻ പറ്റും. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ പോലെ ഈ മെസ്സേജ് വായിക്കാൻ വേണ്ടി പറ്റും. കോൾ ചെയ്താൽ നമുക്ക് തിരിച്ച് കോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൽ സിം എന്ന് പറയുന്ന സംവിധാനമില്ല. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇത് ഉപയോഗിക്കാനും പറ്റില്ല. ലൊക്കേഷൻ ഇത് കാണില്ല. ഇതിന് ലൊക്കേഷൻ സംവിധാനം ഇല്ല, സിം ഇല്ലല്ലോ, അതുകൊണ്ട് ലൊക്കേഷനും ഇല്ല. അപ്പോൾ ഇതിന്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ 6 അക്ക നമ്പറിലേക്ക് നമ്മൾക്ക് കോൾ ചെയ്യാം. കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്പർ മാത്രം ഡിസ്പ്ലേ ആവും. അതിൽ നമ്പർ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മുടെ എന്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു 6 നമ്പറോളം വളരെ പ്രധാനപ്പെട്ട നമ്പറാണ്. ആ നമ്പറുകൾ നമ്മൾ കടലാസിൽ എഴുതിയിട്ട് പോക്കറ്റിലിടും. നമ്മൾ പേജറിൽ ബെല്ലടിയുന്ന ഒരു സംവിധാനം ഉണ്ട്. ആ ബെല്ലടിയാന്ന് പറഞ്ഞാൽ ഒരു 3-4 റിംഗ് ടോണേ ആകെ മൊത്തത്തിൽ അതിനുള്ളൂ. അതിലുള്ള കപ്പാസിറ്റി അതിനുള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു റിംഗ് ടോൺ ഒന്നുകിൽ വരും, അതല്ലെങ്കിൽ നമുക്ക് വൈബ്രേറ്റ് ആക്കി വെക്കാം. അങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്യാം.
നമ്മുടെ അരപ്പട്ടയിലാണ് ഉണ്ടാവുക കൂടുതൽ, അല്ലെങ്കിൽ പോക്കറ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ഫാൻ്റെ പോക്കറ്റിലായിരുന്നു ഇടാറുള്ളത്. അപ്പോൾ വൈബ്രേറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് ഇന്ന നമ്പർ വന്നിരിക്കുന്നു, ഈ നമ്പർ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന നമ്പറുമായിട്ട് ഒത്തു നോക്കുന്ന സമയത്ത് ഒന്നൊക്കെ മാനേജർ അല്ലെ അസിസ്റ്റന്റ് മാനേജർ അല്ലെ സൂപ്പർവൈസർ ബന്ധപ്പെട്ട കമ്പനിയുടെ ആളുകളാണ് വിളിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നേരെ നമ്മൾ ടെലിഫോൺ ബൂത്തിലേക്ക് പോകും, അവിടുന്ന് ഇവർക്ക് വിളിക്കും. നിങ്ങളുടെ പേജറിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഇത്ത സെൽഫി അല്ലെങ്കിൽ എഴുക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർ പറയും ഇന്ന കാര്യത്തിലാണ് വിളിച്ചത്, നീ പെട്ടെന്ന് ഇവിടെ വരണം, അത് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മറുപടി പറയും. അതായത് നമ്മളുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് പേജർ എന്ന് പറയുന്നത്. അതിലേക്ക് കോൾ വരില്ല, പകരം നമ്പർ വരും. നമ്പർ പ്രകാരം നമ്മൾ ഏതെങ്കിലും ടെലിഫോൺ വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ ബൂത്ത് കയറിയിട്ടോ നമ്മൾ തിരിച്ച് വിളിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ മെസ്സേജ് ഇതിൽ വരും. മെസ്സേജ് നമുക്ക് കാണാനും വായിക്കാനും വേണ്ടി പറ്റും. അത് മെസ്സേജ് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ പേജറിൻ്റെ അകത്ത് മെസ്സേജ് സംവിധാനം ഇല്ലായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പേജർ കുറച്ചും കൂടി ഡെവലപ്പ് ആയതിനു ശേഷമാണ് മെസ്സേജ് എന്ന് പറഞ്ഞ സംവിധാനം തന്നെ അതിലേക്ക് വന്നത്. എൻ്റെ കയ്യിലുള്ളതിൽ ഈ നമ്പർ മാത്രം ഡിസ്പ്ലേ ആകും, അത് മാത്രമേ വരൂ. അപ്പോൾ നമ്മളുടെ കൈവശത്തിലുള്ള നമ്പർ അല്ലാത്ത നമ്പറിലേക്കും ഇതിലേക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ ഒത്തുനോക്കുന്ന സമയത്ത് 6 നമ്പർ അല്ലാത്ത ഒരു നമ്പർ ഇതിലേക്ക് വന്നാൽ നമുക്ക് വേറെ ഏതോ നമ്പറിലേക്ക് നമുക്ക് വിളിക്കാം. നിങ്ങൾ എന്തിനാണ് വിളിച്ച് ഈ നമ്പർ എവിടെ കിട്ടുന്നൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് പേജർ സംവിധാനം. അപ്പോൾ ഇതെങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പരിശോധിക്കേണ്ടത്. പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ 2 രീതിയിൽ ഇതിന്റെ വിവരം വന്നിരുന്നു. ഇത് ഇസ്രായേലിന്റെ നിർമ്മിതമായിരിക്കുന്ന ഇസ്രായേൽ നിർമ്മിച്ച പേജർ ലെബനാനിൽ വിതരണം ചെയ്തു, അല്ലെങ്കിൽ വിൽപ്പന നടത്തി, അങ്ങനത്തെ സംവിധാനമായിരുന്നു ആദ്യം വന്നിരുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞു. തായ്വാനിൽ നിന്ന് 3000-ഓളം പേജറുകൾ ഹിസ്ബുള്ള ഗ്രൂപ്പ്, അതായത് ലെബനാൻ ഹിസ്ബുള്ള ഗ്രൂപ്പിന് വേണ്ടി വാങ്ങിയിരുന്നു. ഈ വാങ്ങിയ വിവരം എങ്ങനെയോ രഹസ്യമായിട്ട് ഇസ്രായേൽ ചോർത്തിയെടുത്തു, അല്ലെ ചോർത്താൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഈ പ്രൊഡക്റ്റ് ലെബനാനിലേക്ക് വരുന്ന സമയത്ത് അവർ തടഞ്ഞു നിർത്തുകയോ അതല്ലെങ്കിൽ അതെന്തെങ്കിലും തന്ത്രങ്ങളോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പേജറിന്റെ അകത്തും 10 മുതൽ 20 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ബാറ്ററിയോട് ചേർന്നുകൊണ്ട് നിക്ഷേപിക്കാൻ അവർക്ക് സാധിച്ചു, അല്ലെങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് അടക്കമുള്ള ചില പത്രങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത്. അപ്പൊ അത് തന്ത്രപരമായ രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് ഇത് കറണ്ട് കൊണ്ടല്ല ഈ ഡിവൈസ് ചാർജ് ചെയ്യുന്നത്. പേജർ ചാർജ് ചെയ്യുന്നത് കറണ്ടിൽ കുത്തിയിട്ടല്ല, പകരം ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചെറിയ ബാറ്ററിയാണ്. അത് ചാർജ് കഴിഞ്ഞാലോ അങ്ങോട്ട് പിന്നെ ഒന്നുകിൽ ചാർജ് കയറ്റാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുതിയ ബാറ്ററി അതിൽ വെച്ചതിന് ശേഷം മാത്രമേ അത് വർക്കാവും. എൻ്റെതൊക്കെ അങ്ങനെ ആയിരുന്നു. ബാറ്ററി ഒരുപാട് നീണ്ട കാലത്തോളം നിൽക്കും. വാച്ചിലെ ബാറ്ററി ഒന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും മാറ്റാറില്ല. കാരണം ഇതിലേക്ക് വലിയ രീതിയിലുള്ള കനമുള്ള ഒരു മെസ്സേജുകളോ കാര്യങ്ങളൊന്നും വരാനോ, വല്ലപ്പോഴും ഒരു കോള് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ ബാറ്ററിക്ക് വലിയ രീതിയിലുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ അങ്ങ് നീണ്ടു, ചിലപ്പോൾ 6 മാസം 1 വർഷമൊക്കെ നിൽക്കും, ചിലപ്പോൾ 3 മാസം നിൽക്കും, പിന്നെ ബാറ്ററി മാറ്റുക അങ്ങനെ എന്തോ ചെയ്യുന്ന സംവിധാനമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് അവർ ഇങ്ങനെ ഈ പറയപ്പെട്ട രീതിയിൽ 10 മുതൽ 20 ഗ്രാം വരെ സ്ഫോടകം നിക്ഷേപിച്ചു എന്നാണ് അവിടെ ഇതിന്റെ അകത്ത് വെക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അങ്ങനെ 3000-ലും വെച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതായത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തായ്വാൻ ഇത് നിഷേധിച്ചു. കാരണം തങ്ങൾ അങ്ങനെ സ്ഫോടക വസ്തുക്കളൊന്നും വെച്ചിട്ടില്ല. മാത്രമല്ല ഒരു യൂറോപ്യൻ കമ്പനിക്കാണ് അത് നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം നൽകിയത്. ഈ കമ്പനിയുടെ പേര് ഗോൾഡ് അപ്ലോട്ട് കമ്പനി, അപ്രോൽ കമ്പനി അങ്ങനത്തെ പറയുന്നുണ്ട്. ആ കമ്പനിയുടെ പേരൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് തായ്വാൻ ഏകദേശം ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് പറഞ്ഞത്. പ്രവൃത്തി മുഴുവൻ ചെയ്തത് ഇസ്രായേലാണെന്ന് സംശയിക്കുന്നു എന്ന തരത്തിലാണ് ഇവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടുകളും വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനെ ഒരേ സമയത്ത് മെസ്സേജ് അയച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്ദേശങ്ങൾ വെച്ചുകൊണ്ടോ സ്ഫോടനം നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. നമ്മുടെ മൊബൈലിനകത്തൊക്കെ പല സമയത്തും മെസ്സേജുകൾ, ഇലക്ഷൻ സമയത്തൊക്കെ പല രീതിയിലുള്ള മെസ്സേജുകൾ വരും. അല്ലാത്ത സമയത്ത് കമ്പനിയുടെ പരസ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരും. ഈ മെസ്സേജുകളൊക്കെ വരുന്നത് 1,00,000 മൊബൈലിലേക്കൊക്കെ ഒരേ സമയത്ത് മെസ്സേജ് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില മെസ്സേജുകൾ ഓപ്പൺ ചെയ്യരുത്, ചില കോളുകൾ അറ്റൻഡ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സന്ദേശങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന കാണാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വൈറസ് കയറും, മൊബൈല് വലിയ വിഷയത്തിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരമൊരു സംവിധാനമൊക്കെ നമുക്ക് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇലക്ട്രോണിക് ഡിവൈസ് ആണ് വോട്ടിംഗ് മെഷീൻ, അത് തിരുമറി നടത്താൻ വേണ്ടി പറ്റും എന്ന് പല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ രംഗത്തുള്ളതാണ്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസിൽ ഇങ്ങനെ മാറ്റത്തിരുത്തലൊക്കെ വരുത്താൻ പറ്റും എന്നുള്ളത് നമ്മൾക്ക് തന്നെ അനുഭവം ഉള്ളതാണ്. മാത്രമല്ല ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവിടുത്തെ ശാസ്ത്രജ്ഞനായിരിക്കുന്ന ഈ ഫക്രിസാദെ കൊലപ്പെടുത്തിയത് ഇതുപോലുള്ള ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ഈ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ നിന്ന് സുലൈമാനി എന്ന് പറയുന്ന ഇറാന്റെ സൈനിക കമാൻഡറെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും
ഇതേപോലെ വ്യത്യസ്തമായിരിക്കുന്ന ഡിവൈസുകൾ ഉപയോഗിച്ചാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതും ഇതിന് സമാനമായ ഇലക്ട്രോണിക് ഡിവൈസാണ് ഉപയോഗിച്ചതെന്നുള്ള രണ്ടഭിപ്രായങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചൊക്കെ വിഷയങ്ങളായിട്ട് പുറത്തു വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇതിനെ ഒരേ സമയത്ത് ഒരു മെസ്സേജിലൂടെ സ്ഫോടനം നടത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത്. പറയുന്ന കാര്യം, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ തലവൻ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു മെസ്സേജ് ഇതിന്റെ അകത്തേക്ക് അയച്ചു എന്നും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത്, അത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ആ മെസ്സേജ് അതിലേക്ക് ഡിസ്പ്ലേ ആയിട്ട് വരും. അത് വന്നതോടുകൂടിയാണ് ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കാൻ കാരണമായത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതിന് ഏത് തരത്തിലുള്ള രൂപങ്ങളാണ് ഉപയോഗിച്ചതൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു മൊബൈലിലേക്ക് അവർ കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് മെസ്സേജുകൾ ഒരേ സമയത്ത് വരാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ നമുക്കറിയാം, വാട്സപ്പ് മെസ്സേജ് അയക്കുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ മെസ്സേജ് ആയിട്ട് വരും. ഇത് നമുക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നൊന്നുമല്ല. അവർ എത്ര ലക്ഷത്തോളം കസ്റ്റമർ വാട്സപ്പുമായിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേ നേരത്താണ് ഈ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത്. നമുക്ക് കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും. ചില സമയത്ത് ചില ദിവസങ്ങളൊക്കെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളൊക്കെ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അത് ഇവർ അയക്കുന്നതാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും യൂട്യൂബിൽ പല രീതിയിലുള്ള മെസ്സേജുകളും ഇതിന് സമാനമായ രീതിയിൽ വരാറുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിന് നമ്മൾ കൊടുക്കുന്ന ഇമെയിലിന്റെ അകത്തേക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട പല മെസ്സേജുകളും, നിങ്ങൾ ഷോർട്ട് വീഡിയോ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഷോർട്ട് വീഡിയോയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം, എന്നിട്ട് അതിന് ഡെവലപ്പ് ആവാൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഡെവലപ്പ് ആവാനുള്ള പല സന്ദേശങ്ങളും പല മുന്നറിയിപ്പുകളും യൂട്യൂബിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. ഇമെയിൽ വഴി അങ്ങനത്തെ സന്ദേശങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ. അതൊക്കെ ഒരേ സമയത്താണ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നത്. സമാനമായ രീതിയിലുള്ള സംവിധാനങ്ങൾ പേജറിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. ഏതായിരുന്നാലും ഇത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു യുദ്ധമുഖമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര ഉണ്ടാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന കാര്യവുമാണ്.